ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഹോട്ട് ഏരിയയുടെ 11ാമത്തെ ക്ലാസ്സിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ഇന്ന് ഹോട്ട് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ. ഈ റീസെന്റ് നടന്ന എക്സാമിന് എല്ലാം ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരോട് പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് കൂടി പോണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വ്യൂസ് ഭയങ്കര കുറവാണ്, ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും സത്യം പറഞ്ഞ ഒരു ഉഷാറോട് കൂടിയിട്ടല്ല ചെയ്യുന്നത് തന്നെ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഓരോ കാര്യങ്ങളും. പക്ഷെ എന്നാലും നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം മറികടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ. ഭയങ്കര വ്യൂസ്, ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ക്ലാസ് ചെയ്തിട്ട് പോലും സപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. ഓക്കെ, അപ്പം കുറെ കൂട്ടുകാർ നമ്മുടെ ക്ലാസ്സുകൾ പിന്തുടരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ഉടൻ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സറിന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരിക്കലും ക്ലാസ്സിൽ വന്നിട്ട് അതൊരു ഇതുപോലെ പറയല്ല, മനസ്സറിന് തന്നെ പ്രാർത്ഥിക്കണം. കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഫലം കിട്ടട്ടെ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാം കറണ്ട് അഫെയർ അടക്കം എന്ത് ചെയ്യും, ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫെയർ അടക്കം ആഡ് ചെയ്ത് തരാം കേട്ടോ. ഓരോരോ പോയിന്റ് ആയിട്ട് പഠിക്കണം. നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ഏതാന്ന് പറഞ്ഞത് വൈദ്യുത പദ്ധതികൾ അല്ലെ. ഏതാണ്, വൈദ്യുത പദ്ധതികളാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ, നമ്മുടെ കേരളത്തില് വൈദ്യുത പദ്ധതി പറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിലൂടെയുണ്ട്, പിന്നെ കാറ്റിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സൗരോർജ്ജത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുത പദ്ധതികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ആദ്യം പഠിക്കുന്നത് ഏതാണ്, ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചിട്ടാണ്. ജലവൈദ്യുത പദ്ധതി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇതിന്റെ ഭാഗത്ത് എന്തൊക്കെ കറണ്ട് അഫെയർ വരുന്നുണ്ടോ അതെല്ലാം പഠിക്കണം കേട്ടോ. ജലവൈദ്യുത പദ്ധതി എന്താ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെ ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ഏത് ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതിയാണ്, ജലം ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം ഇതിന് താഴെ മാത്രമാണ്. അതായത് 100% എത്ര ശതമാനം, 69% കേട്ടോ. 100%ത്തിൽ 69%വും ജലത്തിലൂടെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ നമ്മുടെ കേരളത്തില് ഈ എനർജി അല്ലെ, വൈദ്യുതി, ഊർജം അല്ലെ, അങ്ങനെ പറയും നമ്മൾ. ആ ഊർജത്തിന് വികസന പ്രവർത്തനങ്ങൾ നടത്തണം അല്ലെ. ആ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണ്, നമുക്ക് ഒന്ന് കോമൺ ആയിട്ട് അറിയാം, നമ്മുടെ KSEB അല്ലെ, KSEB. പിന്നെ ഏതാണ് വരിക, ഊർജ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ സ്ഥാപനം ഏത് വരും, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഏതാണ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഓക്കെ, മൂന്നാമത്തെ സ്ഥാപനം ഏത് വരും, എനർജി മാനേജ്മെന്റ് സെന്റർ. എന്താണ്, എനർജി മാനേജ്മെന്റ് സെന്റർ. പിന്നെ ഏത് വരും, നമ്മൾ കോമൺ ആയിട്ട് അറിയാം, അനേർട്ട് അല്ലെ. അനേർട്ട് ഒരു എക്സാമിന് ഈ അനേർട്ടിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിക്കണം. ഏജൻസി, അനേർട്ടിന്റെ ഫുൾ ഫോം ഏജൻസി ഫോർ ന്യൂ ആൻഡ് renewable energy research and technology ട്ടോ. research and technology. ഓക്കെ, അനേർട്ടിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 4 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തില് ഊർജ്ജ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസി എന്ന് പറയുന്നത്. ഈ നമ്മുടെ KSEB സ്ഥാപിതമായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1957 മാർച്ച് മാസം 31. ഡേറ്റ് മാസം ഒപ്പം പഠിക്കണം കേട്ടോ. 1957 മാർച്ച് മാസം 31 ഈ KSEBയുടെ ആപ്തവാക്യം എന്താണ്, KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം അല്ലെ. കേരളത്തിന്റെ ഊർജം, എന്നിട്ടത് കേരളത്തിന്റേതാണ് കേട്ടോ. കേരളത്തിന്റെ ഊർജം എന്നതാണ് KSEBയുടെ ആപ്തവാക്യം. ഇനി നമ്മുടെ കേരളത്തില് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ഉണ്ട്. ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ഉണ്ട്. അവരുടെ ആസ്ഥാനം എവിടെയാണ്, ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം കൊച്ചിയാണ് കേട്ടോ. കൊച്ചി, അതായത് എറണാകുളം. ഓക്കെ, കൊച്ചി, എറണാകുളം. അതേപോലെ നമ്മുടെ ഈ KSEBയുടെ കീഴില് നമ്മുടെ കേരളത്തില് 38 ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത്. 38 ജലവൈദ്യുത പദ്ധതികളുണ്ട് കേട്ടോ, 38 എണ്ണം. അതുപോലെ 2 ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്. 2 ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്. ഒരു കാറ്റാടി ഫാം ഉണ്ട്. നമുക്ക് പാലക്കാട് കഞ്ചിക്കോടുള്ള കാറ്റാടി ഫാം ഉണ്ടല്ലോ, അത് KSEBയുടെ. ഇതൊക്കെ ചോദിച്ചതാണ്. ഈ
KSEBിയുടെ കീഴിലുള്ള കാറ്റാടി ഫോം ഏതെന്നടക്കം നമുക്ക് 2024 നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പഠിക്കണം. 2 ഡീസൽ പവർ പ്ലാന്റുകൾ എന്നും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എന്താണ്, ഒരു കാറ്റാടി ഫാം ഉണ്ട്. പിന്നെ 24 സോളാർ പ്ലാന്റ് ഉണ്ട്. 24 സോളാർ പ്ലാന്റ്. ഇതൊക്കെ ആരുടെ കീഴിലാണ്? നമ്മുടെ KSEBിയുടെ കീഴിലുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതിലൂടെയാണ്? ജലത്തിലൂടെയാണ് പഠിച്ചു. അതായത് ജലവൈദ്യുതി എന്ന് പറയുന്നത് 69%. നമ്മുടെ കേരളത്തിലെ ഊർജ്ജ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന 4 ഏജൻസികളെ പഠിച്ചു. KSEB, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, എനർജി മാനേജ്മെന്റ് സെന്റർ, അനർട്ട്. KSEB നമുക്കറിയാം 1957 മാർച്ച് 31 നിലവിൽ വന്നു. ആപ്തവാക്യം കേരളത്തിന്റെ ഊർജ്ജം എന്നതാണ് ആപ്തവാക്യം. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, എനർജി മാനേജ്മെന്റ് സെന്റർ ഒക്കെ ഓക്കെ. പിന്നെ അനർട്ട് പഠിച്ചു. അനർട്ടിന്റെ ഫുൾ ഫോം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. അനർട്ട് സ്ഥാപിതമായത് 1986 കേട്ടോ. അനർട്ട് സ്ഥാപിതമായത്. പിന്നെ നമ്മുടെ കേരളത്തില് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ഉണ്ട്. അവിടെ ആസ്ഥാനം കൊച്ചി, അതായത് എറണാകുളത്താണ്. KSEBിയുടെ കീഴിൽ 38 ജലവൈദ്യുത പദ്ധതികളുണ്ട്. 2 ഡീസൽ പവർ പ്ലാന്റ് ഉണ്ട്. ഒരു കാറ്റാടി ഫാം ഉണ്ട്. 24 സോളാർ പ്ലാന്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ ഇത് പോസ് ചെയ്യണം. നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ട് കാണാതെ അങ്ങോട്ട് കണ്ണടച്ചിട്ടൊന്നും അങ്ങോട്ട് പറഞ്ഞു നോക്കണം. ഓക്കെ, ഇത് കണ്ണടച്ചിട്ട് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതിയാണ് 69%. KSEB 57 മാർച്ച് 31 കേരളത്തിന്റെ ഊർജ്ജം എന്നതാണ് ആപ്തവാക്യം. അനർട്ടിന്റെ ഫുൾ ഫോം 1986 കേരള ഓംബുഡ്സ്മാൻ ആസ്ഥാനം എറണാകുളം, കൊച്ചി. ഓക്കെ, KSEBിയുടെ കീഴിൽ 38 ജലവൈദ്യുത പദ്ധതി, ഒരു കാറ്റാടി ഫാം, 2 ഡീസൽ പവർ പ്ലാന്റ്, 24 സോളാർ പ്ലാന്റ്. ഞാൻ ഇത് കണ്ണും ചിമ്പിട്ട് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇത് കണ്ണും ചിമ്പിട്ടാ പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് വേണം അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാൻ. ഓക്കെ, എങ്ങനെയായിരിക്കണം പഠിക്കണം, റിവിഷൻ ചെയ്യാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ സെറ്റ് ആക്കി. ഇനി അടുത്തത് നിങ്ങൾ ഒപ്പം പഠിച്ചു വന്നോ. നിലവിലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ആരാണ്? A. ചന്ദ്രകുമാരൻ നായർ. ആരാണ്? A. ചന്ദ്രകുമാരൻ നായർ. പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നല്ലോ. നമ്മളെ ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം പഠിച്ചു. അപ്പൊ ഓംബുഡ്സ്മാന്റെ അവിടുത്തെ ആരാണ്? ചന്ദ്രകുമാരൻ നായർ ആണ് നിലവിൽ കേട്ടോ. ഇനി നമ്മുടെ വൈദ്യുത ബോർഡ് ഉണ്ട് അല്ലെ? നമ്മുടെ വൈദ്യുത ബോർഡ്, അതായത് KSEBിയുടെ സൗജന്യമായിട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? സൗജന്യമായിട്ടുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേര് എന്താണ്? കറന്റ് അഫയറിന്റെ ഭാഗമാണ്. എന്താണ്? വൈദ്യുത ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ അല്ലെ? ഒരുമ. എപ്പോഴാണ് ഇത് നിലവിൽ വന്നത്? 2006 കേട്ടോ. 2006 വൈദ്യുത ബോർഡിന്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇത് ഒരുമ. 2006 നിലവിൽ വന്നത് കേട്ടോ. അതേപോലെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് വ്യവസായ വികസന കോർപ്പറേഷന്റെ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? നമ്മുടെ KSEB ആണ് കേട്ടോ. വ്യവസായ വികസന കോർപ്പറേഷൻ നടത്തിയ ഒരു സർവേയില്, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സർവേയില് ഫസ്റ്റ് നിൽക്കുന്നത് ആര് തന്നെയാണ്? KSEB ആണ് കേട്ടോ. KSEB ആണ്. അടുത്ത പോയിന്റ് പഠിച്ചോ. 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത്, ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? മാടക്കത്തറയിലാണ്. എവിടെയാണ്? മാടക്കത്തറ എവിടെയാണ്? തൃശ്ശൂര്. മാടക്കത്തറ തൃശ്ശൂരാണ്. ഇനി അടുത്തത് പഠിച്ചോ. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുത സബ്സ്റ്റേഷൻ, ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ എവിടെയാണ്? പറയുന്നേ? പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുക. സബ്സ്റ്റേഷൻ എവിടെയാണ്? കലൂര് അല്ലെ? എറണാകുളത്താണ്. ഓക്കെ, പഠിച്ചോ. ഇനി നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ല? ഇടുക്കി ജില്ല. ഇനി ഈ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ് എന്ന് പറഞ്ഞു അല്ലെ? എങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് തന്നെയാണ്? പെരിയാറാണ് അല്ലെ? ജലവൈദ്യുത പദ്ധതി, അത് എപ്പോഴും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി ഏത് എന്ന് ചോദിച്ചാൽ പെരിയാറ്. അതുപോലെ തന്നെ ജലസേചനം അല്ലെ? ജലസേചനം
പദ്ധതികൾ കൂടുതലുള്ളത് ഏതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുമാണ്. ഇവിടെ എന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്, എന്നും അത് എക്സാമിന് ചോദിക്കാറുമുണ്ട്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഏതെന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയുമാണ്. അത് ആ ഭാഗമൊക്കെ ആയാലോ. ഇനി നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം ഏതാണ്? ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരത്താണ് അല്ലെ? എപ്പോഴാണ്? 1929 നമ്മുടെ കേരളത്തില് പൂർണ്ണമായും വൈദ്യുതീകരിച്ച ജില്ല, പൂർണ്ണമായിട്ട് ഇവിടെ ആദ്യമായിട്ട് ഒന്ന് വൈദ്യുതീകരിച്ചുള്ളൂ തിരുവനന്തപുരത്ത്, പക്ഷെ പൂർണ്ണമായും വൈദ്യുതീകരിച്ചത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ് കേട്ടോ, പാലക്കാടാണ്. അങ്ങനെ പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് കേട്ടോ, ഫെബ്രുവരി 16. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഓക്കെ ആയോ? ഈ ഭാഗങ്ങളൊക്കെ ആയോ? എന്തൊക്കെ പഠിച്ചു നമ്മൾ? നിലവിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ആരാണ് എന്ന് പഠിച്ചു, ചന്ദ്രശേഖരൻ നായർ ആണ് പഠിച്ചു. നമ്മുടെ വൈദ്യുത ബോർഡിന്റെ ഒരു സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഒരുമ, 2006 പഠിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായ വികസന കോർപ്പറേഷന്റെ ഒരു സർവേ നടന്നു, അതിൽ 1ാം സ്ഥാനം KSEBക്ക് കിട്ടി. 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മാടക്കത്തറ, തൃശ്ശൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ കലൂര്, എറണാകുളത്താണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കിയിലാണ്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി ഏതാന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയിലാണ്. ഇനി ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച പട്ടണം ഏതാണ്? തിരുവനന്തപുരമാണ്, 1929. പിന്നെ പൂർണ്ണമായും വൈദ്യുതീകരിച്ചപ്പെട്ടത് ഏത് ജില്ലയാണ്? പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ചത് ഏത് ജില്ലയാണ്? പാലക്കാടാണ്. 2010 ഫെബ്രുവരി 16 പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണമായ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. എന്താണ് ഈ ഊർജ കേരള മിഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ട് 2018 കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ട് 2018 കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. ഇനി ഈ ഊർജ കേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? സൗര എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ഊർജ കേരള മിഷന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സൗര എന്ന് പറയുന്നത്. അതായത് ഈ സൗര എന്ന് പറയുന്നത് ഈ സൗരോർജത്തിൽ നിന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സൗര എന്ന പദ്ധതി തന്നെ എന്തിനാണ്? സൗര ഊർജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇനി ഫിലമെന്റ് രഹിതം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫിലമെന്റ് രഹിത കേരളം. എന്താണ് ഈ ഫിലമെന്റ് രഹിത കേരളം എന്ന് പറയുന്നത്? LED ബൾബ് അല്ലെ? LED ബൾബ് മിതമായ നിരക്കിൽ കൊടുക്കുന്ന പദ്ധതി. LED ബൾബ് മിതമായ നിരക്കിൽ എന്ത് ചെയ്യാണ്? നൽകുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി ദ്യുതി 2021 പദ്ധതിയാണ് ദ്യുതി 2021. എന്താണിത്? വൈദ്യുത വിതരണ ശൃംഖല എന്ത് ചെയ്യണം? നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വൈദ്യുത വിതരണ ശൃംഖല നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ദ്യുതി 2021. അടുത്തൊരു പദ്ധതി നോക്കൂ, ട്രാൻസ്ഗ്രിഡ് 2.0. അതായത് വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അനാവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത് ട്രാൻസ്ഗ്രിഡ് 2.0 എന്ന് പറയുന്നത്. ഇ-സേഫ് എന്താണ്? ഇ-സേഫ് പദ്ധതി പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള വൈദ്യുതി ഉപയോഗ പ്രചരണ പരിപാടി. സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഒരു പ്രചരണം, ആ പരിപാടിയാണ് എന്ത് പറയുന്നത്? ഇ-സേഫ് എന്ന് പറയുന്നത്. സുരക്ഷിതമായ വൈദ്യുത ഉപയോഗ പ്രചരണ പരിപാടി. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ 2013 ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ലാഭപ്രഭ. ആ പദ്ധതി 2013 ലാഭപ്രഭ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ ഗാർഹിക ഉപഭോക്താക്കളുണ്ട്, ഓരോ വീട്ടുകളിലും വൈദ്യുതി ഉപഭോക്താക്കളുണ്ട്. ആ ഉപഭോക്താക്കളുടെ ഇടയിൽ
ഊർജ്ജത്തെ, വൈദ്യുതിയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് അമിതമായിട്ടൊന്നും ചെലവാക്കാൻ പാടില്ല. നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ? ആവശ്യമുള്ളിടത്ത് മാത്രം ലൈറ്റുകൾ ഉപയോഗിക്കുക, അനാവശ്യമായിട്ട് ലൈറ്റുകൾ ഇടരുത്, ആളുണ്ടാകുന്ന സമയത്ത് മാത്രം ഫാനൊക്കെ ഇടുക, അല്ലാതെ നമ്മൾ വേറെ എവിടെ പുറത്തായിരിക്കും ഫാൻ. അങ്ങനെ എന്താണ് ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ്ജത്തെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതിന്റെ ആ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഏത്? ലാഭപ്രഭ എന്ന് പറയുന്നത്. ലാഭപ്രഭ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചോ? ഊർജ്ജ കേരള മിഷൻ 2018 കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. നമ്മുടെ വൈദ്യുത ബോർഡിന്റെ സമഗ്ര വികസനമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുത മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടിട്ട്. ഇനി ആ ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് സൗര എന്ന് പറയുന്നത് സൗരോർജ്ജത്തിൽ നിന്ന് 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഫിലമെന്റ് രഹിത കേരളം, LED ബൾബുകൾ മിതമായ നിരക്കിൽ എന്ത് ചെയ്യുക? ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം. ദ്യുതി 2021 നമ്മുടെ വൈദ്യുത വിതരണ ശൃംഖലയെ ഒന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദ്യുതി 2021. ട്രാൻസ്ഗ്രിഡ് 2.0 എന്താണ്? വൈദ്യുതിയുടെ പ്രസരണ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സേഫ് സുരക്ഷിതമായിട്ട് ഗാർഹിക ഉപഭോക്താക്കൾ അല്ലെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യണം? ഈ സേഫ് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള വൈദ്യുത ഉപയോഗം അല്ലെ, അത് വൈദ്യുതി ഉപയോഗിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടി. 2013 ലാഭപ്രഭ കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗാർഹിക ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഗാർഹിക ഉപഭോക്താക്കളെ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞു ബോധവൽക്കരിക്കണം അല്ലെ, ഊർജ്ജത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് 2013 ലാഭപ്രഭ എന്ന പദ്ധതി. നമ്മൾ ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ, എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നു, ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യം ഏതാണ് ജലവൈദ്യുത പദ്ധതി വന്നത്? പള്ളിവാസലാണ് അല്ലെ. ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 ആരംഭിച്ചത്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത്. ചിത്തിര തിരുനാൾ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് വന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് പുഴയിലാണ്? മുതിരമ്പുഴ പുഴയിലാണ്. ഏതാണ്? ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. മുതിരമ്പുഴ പുഴയിലാണ്. അതുപോലെ തന്നെ ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയില് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വകാര്യ കമ്പനി എന്ത് ചെയ്തു? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് ഏത് കമ്പനിയാണ്? കണ്ണൻ ദേവൻ കമ്പനി അല്ലെ. കണ്ണൻ ദേവൻ കമ്പനി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് ആശ്രയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങള് പള്ളിവാസൽ പദ്ധതി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 1940 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഇത് സ്ഥാപിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ്. പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ് ഏത് പദ്ധതി? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ കമ്പനിയാണ്. ഒന്നാമത്തെ പഠിച്ചു അല്ലെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. ഏതാണ്? ചെങ്കുളം. 1954 വർഷം അടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 അതായത് ഈ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ഈ പള്ളിവാസലിൽ നിന്നും, ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞിട്ട് വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകും. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയില് അവർക്ക് ആവശ്യമുള്ള ജലം എടുത്തിട്ട് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിച്ച ശേഷം ആ ബാക്കിയുള്ള ജലം അല്ലെ പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗം കഴിഞ്ഞിട്ട് ആ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളവും പിന്നെ മുതിരമ്പുഴയിലെ വെള്ളവും പിന്നെ ഈ മുതിരമ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. 1954 തന്നെയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന ജലവും അതുപോലെ മുതിരമ്പുഴയിലെ ജലവും ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്, ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. 1954 അപ്പൊ ഈ രണ്ടാൾക്കാരന് പഠിച്ചു വെക്കുക കേട്ടോ. മുതിരമ്പുഴ എന്ന് പറയുന്നത് ഏതിന്റെ പോഷക നദിയാണ്? പെരിയാറിന്റെ പോഷക നദിയാണ് കേട്ടോ. പെരിയാറിന്റെ പോഷകം. അപ്പൊ രണ്ടിലും ഏതാണ്? ചെങ്കുളവും പള്ളിവാസലും ഒക്കെ ഏത് നദിയാണ് ആശ്രയിക്കുന്നത്? മുതിരമ്പുഴയെയാണ് ആശ്രയിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉണ്ട് ഇല്ലേ? ഇടുക്കി ജലവൈദ്യുത. അപ്പൊ നമ്മൾ ആദ്യത്തെയും പഠിച്ചു, രണ്ടാമത്തെയും പഠിച്ചു. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഈ 2024 നമ്മുടെ കഴിഞ്ഞ
കേരള ബാങ്ക് OA ആണോ ലാസ്റ്റ് ഗ്രേഡ് ആണോ ഏതിനാണ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉണ്ട് അല്ലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉണ്ട് ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയില് ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ അതിൽ ഒന്ന് ഇടുക്കി അണക്കെട്ട് പിന്നെ ചെറുതോണി പിന്നെ ഏതാണ് കുളമാവ് ഇടുക്കി ചെറുതോണി കുളമാവ് ഓക്കെ ഇത് ഈ അടുത്ത് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി ചെറുതോണി കുളമാവ് ഇടുക്കി ചെറുതോണി കുളമാവ് ഇടുക്കി ചെറുതോണി കുളമാവ് പഠിച്ചോ ഇനി ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഇടുക്കി നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഇടുക്കി ഡാമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ ഇടുക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് 1975 ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് കേട്ടോ 1975 ഒക്ടോബർ 4-നാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്തത് അതൊരു ഇൻഡസ്ട്രി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1976-ലാണ് ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് എന്ത് ചെയ്തത് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് കേട്ടോ അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നമ്മൾ പഠിക്കുമ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയെന്ന് ആദ്യം പഠിക്കുക ഇടുക്കി ചെറുതോണി കുളമാവ് 1975 ഒക്ടോബർ 4-നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ തുടങ്ങിയത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയത് 1976 ഫെബ്രുവരി 12-നാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അത് രാജ്യത്തിന് സമർപ്പിച്ചത് ഓക്കെ ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 780 മെഗാവാട്ട് ആണ് സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ട് ആണ് പരമാവധി സംഭരണ ശേഷി എത്ര ചോദിച്ചാൽ 2403 അടിയാണ് കേട്ടോ നമ്മൾ പറയാറുണ്ടല്ലോ മൺസൂൺ കാലങ്ങളിൽ പറയാറുണ്ട് ഇടുക്കി ഡാമിൽ ഇത്ര അടിയായി ഉയർന്നു ഇത്ര അടി ഉയർന്നു പറയും പരമാവധി സംഭരണ ശേഷി അവിടെ എത്രയാണ് 2403 അടിയാണ് ഓക്കെ അപ്പൊ ഇടുക്കി ഡാമിനെ കുറിച്ചിട്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കാം ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് എല്ലാം പ്രീവിയസ് ആണ് ഇതെല്ലാം ഞാൻ ഇത്രയും നേരം പറയുന്ന കാര്യങ്ങളൊക്കെ പ്രീവിയസ് ആണ് കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ് കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ് ഏതാണ് മാട്ടുപ്പെട്ടിയാണ് കോൺക്രീറ്റ് ഡാം ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണിയാണ് ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാണ് ചെറുതോണിയാണ് ഇനി നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഇന്ത്യ സഹായിച്ച രാജ്യം കാനഡയാണ് കേട്ടോ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ സഹായിച്ച രാജ്യം നമ്മുടെ ഇന്ത്യനെ സഹായിച്ച രാജ്യം ഏതാണ് കാനഡയാണ് കേട്ടോ അതുപോലെ തന്നെ ഇടുക്കി ജലവൈദ്യുതിയുടെ പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പവർ സ്റ്റേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മൂലമറ്റത്താണ് എവിടെയാണ് മൂലമറ്റത്താണ് കേട്ടോ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂലമറ്റത്താണ് ഈ മൂലമറ്റം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് മൂലമറ്റമാണ് ഈ മൂലമറ്റം എവിടെയാണ് ഇടുക്കിയാണ് കേട്ടോ മൂലമറ്റം എവിടെയാണ് ഇടുക്കിയിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കണം കേട്ടോ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ് മാട്ടുപ്പെട്ടി ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാന്ന് ചോദിച്ചാൽ ചെറുതോണി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ഏത് ഈ മൂലമറ്റം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഇനി നമ്മുടെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുറ്റ്യാടിയാണ് കേട്ടോ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് 1972-ലാണ് കോഴിക്കോട് കേട്ടോ കോഴിക്കോട് വർഷമടക്കം ചോദിച്ചിട്ടുണ്ട് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി 1972 കോഴിക്കോട് ജില്ലയിൽ ഇനി അതേപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയിലുള്ളതാണ് ഉറുമി 1 ഉറുമി 2 ഇതിന് സഹായം നൽകിയ രാജ്യം ഏതാണ് ചൈനയാണ് കേട്ടോ ഉറുമി 1 ഉറുമി 2 ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ് അതും എവിടെ തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് കേട്ടോ കോഴിക്കോട് ഓക്കെ ഇനി ഈ ഉറുമി 1 ഉറുമി 2 ഈ ജലവൈദ്യുത പദ്ധതി ഏത് നദിയുടെ ജലം ഉപയോഗിച്ചിട്ടാണ് അവിടെ വൈദ്യുത പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് കേട്ടോ ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴ ഓക്കെ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടോ ഉറുമി 1 ഉറുമി 2 ജലവൈദ്യുത പദ്ധതി ഏതിലെ നദികളിലെ ജലം ഉപയോഗിച്ചിട്ടാണ് അവിടെ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്നാണ് കേട്ടോ അപ്പൊ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി പ്രീവിയസ് 1972 കോഴിക്കോട് ഉറുമി 1 2 ചൈന നൽകിയ ജലവൈദ്യുത പദ്ധതി
എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ചൈനയാണ് സഹായം നൽകിയത്. ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓക്കെ ആയി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി 1957 മാർച്ച് മാസം 6-ാം തീയതിയാണ് ഇത് ആരംഭിച്ചത്. എവിടെയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി? ചാലക്കുടി പുഴയിലാണ് കേട്ടോ. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി. ചാലക്കുടി പുഴയിലാണ് 1957 മാർച്ച് 6-നാണ് കേട്ടോ. ഇനി നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ്? ശബരിഗിരിയാണ് കേട്ടോ. ശബരിഗിരി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചില്ലേ? അതേപോലെ നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയം ഏതാണ്? ശബരിഗിരിയാണ്. ഏതാണ്? ശബരിഗിരി. ഓക്കെ. ഏറ്റവും വലുത് ഏതാണ്? ശബരിഗിരി. 1966 കേട്ടോ. 1966 അതേപോലെ തന്നെ ഈ ശബരിഗിരി വന്നിട്ട് ഏതിൽ നദിയിലേക്കാണ്? പമ്പ, അതുപോലെ കക്കി. ഇത് നമുക്ക് കഴിഞ്ഞ ഏതാണ് എക്സാം? നമ്മുടെ കഴിഞ്ഞ ഈ LD അല്ല, കഴിഞ്ഞ LDക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ. LD അല്ല തോന്നുന്നു, ഏതോ ഒരു ക്വസ്റ്റ്യന് എന്തായാലും 2023 ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശബരിഗിരി ജലവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് ഏത് നദിയിലത്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പയിലും കക്കിയിലും കേട്ടോ. പമ്പയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഈ ശബരിഗിരി പദ്ധതി എവിടെയാണ്? ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി നമുക്കറിയാം കല്ലട ജലസേചന പദ്ധതി. കല്ലട. ഈ കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഉത്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ഏത്? കല്ലട ജലവൈദ്യുത പദ്ധതി കേട്ടോ. അപ്പൊ കല്ലട ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ തന്നെയാണ്? കല്ലട നദിയിൽ തന്നെയാണ് കേട്ടോ. കല്ലട നദിയിൽ തന്നെയാണ് 1994 കേട്ടോ. 1994. അതുപോലെ തന്നെ പേപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ്? 1996. പേപ്പാറ നമുക്കറിയാം, തിരുവനന്തപുരത്ത്. അതേപോലെ തന്നെ നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അടിമാലിയില്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അടിമാലിയിലാണ്. പഴശ്ശിസാഗർ കണ്ണൂര്. പഴശ്ശിസാഗർ കണ്ണൂരാണ് കേട്ടോ. പഴശ്ശിസാഗർ കണ്ണൂര്. അപ്പൊ ഇവിടെ പഠിച്ചത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ കക്കിയിലായിട്ടാണ്, പത്തനംതിട്ടയിലാണ്. കല്ലട ജലവൈദ്യുത പദ്ധതി കല്ലട നദിയിൽ തന്നെയാണ്. പേപ്പാറ ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ വർഷങ്ങളൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി അടിമാലിയിലാണ്. പഴശ്ശിസാഗർ എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂര്. ഇനി നമ്മൾ അങ്ങനെ കുറെ ജലവൈദ്യുത പദ്ധതികൾ പഠിച്ചു. ഇനി സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളുണ്ട്. എങ്ങനെയാണ്? സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. അതായത് നമ്മുടെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ്. ഒന്ന് മണിയാറ്, കുത്തുങ്കൽ. എപ്പോഴും എക്സാമിന് വരുന്നതാണ് കേട്ടോ. മണിയാർ, കുത്തുങ്കൽ, ഉള്ളുങ്കൽ. മണിയാർ എവിടെയാണ്? പത്തനംതിട്ട. ഉള്ളുങ്കൽ എവിടെയാണ്? പത്തനംതിട്ട. കുത്തുങ്കൽ ഇടുക്കി കേട്ടോ. അപ്പൊ ഈ 3 ആൾക്കാരാണ് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതായത് സർക്കാരിന്റെ KSEBയുടെ ഒന്നും ഉടമസ്ഥതയിലല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിലാണ് അല്ലെ. അപ്പൊ മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കൽ ഈ 3 ആൾക്കാരാണ് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. മണിയാറ് പത്തനംതിട്ട, കുത്തുങ്കൽ ഇടുക്കി, ഉള്ളുങ്കൽ പത്തനംതിട്ട. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാർ കേട്ടോ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? മണിയാറ്. ഇനി ഏറ്റവും വലുതാണ് ഏത്? കുത്തുങ്കൽ. ഏറ്റവും വലുതാണ് കുത്തുങ്കൽ കേട്ടോ. ഏറ്റവും വലുത് കുത്തുങ്കലാണ്. കുത്തുങ്കൽ എവിടെ പറഞ്ഞു? ഇടുക്കിയിലാണ് അല്ലെ. ഇനി ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്നറിയോ? കക്കാടാണ് കേട്ടോ. കക്കാട് നദിയിലാണ് ഏത് പറയുന്നത്? ഉള്ളുങ്കൽ കേട്ടോ. പത്തനംതിട്ടയാണ്. പമ്പയുടെ പോഷക നദിയാണ് കേട്ടോ കക്കാട്. പമ്പയുടെ പോഷക നദിയാണ് കക്കാട്. അപ്പൊ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്, പത്തനംതിട്ടയിലാണ്. പിന്നെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ, ഇടുക്കിയിലാണ്. പിന്നെ ഉള്ളുങ്കൽ പദ്ധതി പമ്പയുടെ പോഷക നദിയായ കക്കാടിലാണ്, പത്തനംതിട്ടയിലാണ്. അവിടെ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക.
ഇനി നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത്, ആദ്യമായിട്ട് വൈദ്യുതോൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. മാങ്കുളം ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്തു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. എവിടെയാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്? ഇടുക്കിയാണ് കേട്ടോ. മാങ്കുളം ഇടുക്കിയാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഒരു മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കേട്ടോ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ മിനി ജലവൈദ്യുതിയുടെ പേരാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചതാണ്. നമ്മുടെ കേരളത്തില് സ്വന്തമായിട്ട് ആദ്യമായിട്ട് വൈദ്യുത ഉൽപാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്താണ്, ഇടുക്കിയാണ് കേട്ടോ. അപ്പോ അതേപോലെ മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. ആ മിനി ജലവൈദ്യുതിയുടെ പേരാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഈ മീൻവല്ലം ജലവൈദ്യുതി ഏത് പുഴയിലാണ്? തൂതപ്പുഴയിലാണ് കേട്ടോ. തൂതപ്പുഴ, മീൻവല്ലം ജലവൈദ്യുത പദ്ധതി തൂതപ്പുഴയിലാണ്. ഇനി സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ വൈദ്യുതി എന്ത് ചെയ്യാണ്? വിതരണം ചെയ്യാണ്. വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കണ്ണാടിയാണ് കേട്ടോ. കണ്ണാടി, പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് എന്ത് ചെയ്തത്? കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്. നമുക്ക് ജലവൈദ്യുത പദ്ധതികള് ഒന്ന് ക്രോഡീകരിച്ച് പഠിക്കാം കേട്ടോ. ജലവൈദ്യുത പദ്ധതികള് അതുപോലെ അത് ഏത് നദിയിലാണ്, ഏത് ജില്ലയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഏറ്റവും വലുത് തന്നെ എടുക്കാം അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിയാറിലാണ് അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. അത് ഏത് ജില്ലയിൽ തന്നെയാണ്? ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. ഇനി നമുക്ക് ശബരിഗിരി, രണ്ടാമത്തത് അല്ലെ. ഏറ്റവും വലുത് ഇടുക്കി, രണ്ടാമത്തത് ഏതാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏതിലാണ്? പമ്പാ നദിയിലാണ് അല്ലെ. പമ്പാ നദിയിലാണ്, പത്തനംതിട്ടയിലാണ്. ഇനി കക്കാട് ജലവൈദ്യുത പദ്ധതി അതും എവിടെ തന്നെയാണ്? പമ്പിൽ തന്നെയാണ് അല്ലെ. പമ്പിൽ തന്നെയാണ്, പത്തനംതിട്ടയിൽ തന്നെയാണ്. ഇനി പള്ളിവാസൽ എവിടെയാണ്? പള്ളിവാസല് മുതിരമ്പുഴയിലാണ് അല്ലെ. പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ്. എവിടെയാണ്? ഇടുക്കി. ചെങ്കുളം മുതിരമ്പുഴയിൽ തന്നെയാണ്, ഇടുക്കി തന്നെയാണ്. പന്നിയാർ ഏത് നദിയിലാണ്? പന്നിയാർ ജലവൈദ്യുത പദ്ധതി പന്നിയാർ നദിയിൽ തന്നെയാണ്, ഇടുക്കിയാണ്. പിന്നെ മാട്ടുപ്പെട്ടി ഏത് നദിയിലാണ്? പെരിയാറാണ് കേട്ടോ. ആദ്യത്തെ കോൺക്രീറ്റ് ഡാം പറഞ്ഞ മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞു അല്ലെ നമ്മള്. അപ്പൊ മാട്ടുപ്പെട്ടി ജലവൈദ്യുത പദ്ധതി മറ്റേ ഏത് നദിയിലാണ്? മാട്ടുപ്പെട്ടി ഡാം ഏതിലാണ്? പെരിയാർ കേട്ടോ. പെരിയാർ നദിയിലാണ്, ഇടുക്കി കേട്ടോ. പിന്നെ നമ്മൾ ഏതാ പഠിച്ച? കുത്തുങ്കൽ അല്ലെ. കുത്തുങ്കൽ അതെവിടെയാണ്? പന്നിയാർ നദിയിലാണ് കേട്ടോ. കുത്തുങ്കല് പന്നിയാർ നദിയിലാണ്, ഇടുക്കിയിൽ തന്നെയാണ്. പിന്നെ നേര്യമംഗലം മുതിരമ്പുഴയിലാണ്. മുതിരമ്പുഴ, ഇടുക്കി. പിന്നെ ഷോളയാർ എവിടെയാണ്? ചാലക്കുടിപ്പുഴയിലാണ്. ഷോളയാർ എവിടെയാണ്? ചാലക്കുടിപ്പുഴ. എവിടെ? തൃശ്ശൂർ. പെരിങ്ങൽകുത്ത് പഠിച്ചു നമ്മള്. പെരിങ്ങൽകുത്ത് അതും ചാലക്കുടിപ്പുഴയിലാണ്, തൃശ്ശൂരാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ഏതിലാണ്? കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ് അല്ലെ. കുറ്റ്യാടിപ്പുഴയിൽ തന്നെയാണ്, കോഴിക്കോട്. ഓക്കെ. പിന്നെ ഇടമലയാർ അത് ഇടമലയാർ നദി തന്നെയാണ്, എറണാകുളത്ത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിൽ ഏത് ജില്ല എന്നുള്ളതിൽ പഠിക്കാൻ. ഓക്കെ. ഇനി നമ്മുടെ കേരളത്തില്
ഒരുപാട് മിനി ജലവൈദ്യുത പദ്ധതി, അതായത് ചെറുത്, ഓക്കെ, മിനി ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തില് കുറെ എണ്ണം മിനി ജലവൈദ്യുത പദ്ധതികളുണ്ട്. ആ മിനി ജലവൈദ്യുത പദ്ധതികളില് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് മിനി ജലവൈദ്യുത പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ബാരാപ്പോൾ ആണ്. ഏതാണ്? ബാരാപ്പോൾ. കേരളത്തിലെ മിനി ജലവൈദ്യുത പദ്ധതികളിൽ ഏറ്റവും വലുതാണ് ബാരാപ്പോൾ ജലവൈദ്യുത നദി. ഓക്കെ, ഏത് പുഴയിലാണ് എന്ന് ചോദിച്ചാൽ ഈ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി ബാരാപ്പോൾ നദിയിൽ തന്നെയാണ് കേട്ടോ. ഏത് നദിയിൽ തന്നെയാണ്? ബാരാപ്പോൾ നദിയിൽ തന്നെയാണ്. ഈ ബാരാപ്പോൾ നദി എന്ന് പറയുന്നത് വളപട്ടണം പുഴയുടെ പോഷക നദിയാണ്. വളപട്ടണം പുഴ കേട്ടിട്ടില്ലേ? കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. ആ വളപട്ടണം പുഴയുടെ പോഷക നദിയാണ് ഏത്? ബാരാപ്പോൾ. ഈ ബാരാപ്പോൾ നദി തന്നെയാണ് ഏത്? ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോ ഇത് ആരുടെ കീഴിലാണ്? KSEBിയുടെ കീഴിലാണ് കേട്ടോ ഇത് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കുക. പിന്നെ നമ്മുടെ കണക്ക് പ്രകാരം 2021 കേരള എക്കണോമിക് സർവേ പ്രകാരം ജലവിഭവ വകുപ്പിന് കീഴില് നമ്മുടെ കേരളത്തിൽ ഇപ്പോ 16 ഡാമുകളാണ് ഉള്ളത്. എന്താണ്? ജലവിഭവ വകുപ്പിന് കീഴില് 2021 റിപ്പോർട്ട് പ്രകാരം 16 ഡാമുകളാണ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ജലസേചന പദ്ധതികൾ ഒന്ന് നോക്കാം കേട്ടോ. ജലസേചന, നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ കുറെ പഠിച്ചു. ഇനി നമുക്ക് ജലസേചന പദ്ധതികൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കല്ലടയാണ്. കല്ലട ഏത് ജില്ല? കൊല്ലം അല്ലേ? ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലമാണ്. ഏറ്റവും പഴയത്, അപ്പൊ ആദ്യത്തേത് കണക്കാക്കാം അല്ലെ? കേരളത്തിലെ ഏറ്റവും പഴയ ജലസേചന പദ്ധതി ഏതാണ്? പീച്ചി ആണ്. പീച്ചി എവിടെയാണ്? പീച്ചി. ഇനി ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല ഞാൻ നേരത്തെ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കി. ജലസേചന പദ്ധതി കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട്. ഓക്കെ, പാലക്കാട് പഠിച്ചു. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഭാരതപ്പുഴയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ജലത്തിന്റെ ഗുണനിലവാരം കണക്കാക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് പരിശോധനയൊക്കെ നടത്തപ്പെടാറുണ്ട്. അങ്ങനെ പരിശോധനയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് വാട്ടർ കാർഡ് സംവിധാനം. വാട്ടർ കാർഡ് സംവിധാനം ഇത് നടപ്പിലാക്കിയ പഞ്ചായത്ത് ഏതാണ്? വാട്ടർ കാർഡ് സംവിധാനം, ജലത്തിന്റെ ഗുണപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കുന്നമംഗലം പഞ്ചായത്ത്. കുന്നമംഗലം പഞ്ചായത്ത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെയൊക്കെയോ. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മിനി ജലവൈദ്യുത പദ്ധതികളുണ്ട്. ആ മിനി ജലവൈദ്യുത പദ്ധതികളിൽ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ബാരാപ്പോൾ. ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതി ബാരാപ്പോൾ നദി തന്നെയാണ്. ബാരാപ്പോൾ നദി എന്ന് പറയുന്നത് വളപട്ടണം പുഴയുടെ ഒരു പോഷക നദിയാണ് ബാരാപ്പോൾ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം പുഴ. ഇപ്പൊ ഇത് KSEBിയുടെ കീഴിലാണ്. അത്രയും കാര്യങ്ങൾ അവിടെ. ഇനി 2021 കണക്ക് പ്രകാരം എക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ പ്രകാരം നമ്മുടെ കേരളത്തിൽ 16 ഡാമുകളാണ് കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ പുതിയ പദ്ധതി, ജലവൈദ്യുത പദ്ധതിക്ക് ശേഷം ജലസേചന പദ്ധതികൾ പഠിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ കല്ലടയാണ്, കൊല്ലത്ത്. ഏറ്റവും പഴയ ജലസേചന പദ്ധതി പീച്ചിയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏത് ചോദിച്ചാൽ പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ. ജലത്തിന്റെ ഗുണനിലവാരം അളക്കാനുള്ള വാട്ടർ കാർഡ് സംവിധാനം കൊണ്ടുവന്ന പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ കുന്നമംഗലം, കോഴിക്കോട്. അതേപോലെ നമ്മുടെ കേരളത്തില് 4 വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ ഉണ്ട്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികളുണ്ട്. വൻകിട ഇടത്തരം. അതിൽ ഏതൊക്കെയാണ് ഈ 4 വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ ഒന്ന് നോക്കാം. ഒന്ന് മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി എവിടെയാണ്? എറണാകുളം, ഇടുക്കി ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എറണാകുളം, ഇടുക്കിയിൽ. രണ്ടാമത്തത് വന്നിട്ട് ഇടമലയാർ ജലസേചന പദ്ധതി. ഇടമലയാർ ജലസേചന പദ്ധതി എവിടെയാണ്? എറണാകുളം, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ തൃശ്ശൂര്. മൂന്നാമത്തത് വന്നിട്ട് കാരാപ്പുഴ ജലസേചന പദ്ധതി.
കാരാപ്പുഴ. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാടാണ്. 4 ബാണാസുര സാഗർ ജലസേചന പദ്ധതിയും എവിടെയാണ്? വയനാട്ടിലാണ്. അപ്പൊ 4 വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട്. 1 മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി എറണാകുളം ഇടുക്കി ജില്ലയില്, 2 ഇടമലയാർ ജലസേചന പദ്ധതി എറണാകുളം ഇടുക്കി തൃശ്ശൂര്, 3 കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട്, 4 ബാണാസുര സാഗർ ജലസേചന പദ്ധതി വയനാട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതിൽ കൂടെ പറയാണ്. നമ്മൾ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതെന്ന് പഠിച്ചപ്പോൾ നമ്മൾ കല്ലട എന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും ആദ്യത്തേത് ഏത് എന്ന് ചോദിച്ചപ്പോൾ പീച്ചി എന്ന് പറഞ്ഞു അല്ലെ. പീച്ചി എന്ന് പഠിച്ചു. ആ പീച്ചി അത് നമുക്ക് തുടർച്ചയായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഈ പീച്ചിയെ കുറിച്ചിട്ട്. കാരണം എന്താണ്, പഴയതാണ് അല്ലെ. അപ്പൊ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് നമ്മൾക്ക് പഠിക്കാനുള്ളത്, ഈ പീച്ചി ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായിട്ടുള്ള ഏതാണ്? കരുവന്നൂർ പുഴയുടെ പോഷക നദിയായിട്ടുള്ള മണലിപ്പുഴയിലാണ് കേട്ടോ. ഏതിലാണ്? കരുവന്നൂർ നദിയുടെ പോഷക നദിയായിട്ടുള്ള മണലിപ്പുഴയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പീച്ചി ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 59 എന്ത് ചെയ്തു? ഏകദേശം പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്തു? ജലസേന അണക്കെട്ടായിട്ട് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങി. ഇതിന്റെ ശില്പി, പീച്ചി ജലസേചന പദ്ധതിയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചിയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആരായിരുന്നു? ഇക്കണ്ഠ വാര്യർ ആയിരുന്നു കേട്ടോ. ഇക്കണ്ഠ വാര്യർ. ഓക്കെ, ഇക്കണ്ഠ വാര്യർ ആണ്. 1957 ഒക്ടോബർ മാസം 4-ാം തീയതി നമ്മുടെ ആദ്യത്തെ കേരള ഗവർണർ ആരായിരുന്നു? BR റാവു അല്ലെ. ബുർഗുല രാമകൃഷ്ണ റാവു എന്ന് പറയും അല്ലെ. BR, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആയിട്ടുള്ള BR റാവു എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പീച്ചിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായിട്ടുള്ള മണലിപ്പുഴയിലാണ് പീച്ചി ജലസേന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പീച്ചി ജലസേന പദ്ധതിയുടെ ശില്പി കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ഠ വാര്യർ ആണ്. 1957 ഒക്ടോബർ 4 കേരള ഗവർണർ BR റാവു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി നമ്മുടെ കേരളത്തിലെ ജലസേചന പദ്ധതികൾ നോക്കാം. നെയ്യാർ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ പറയുമ്പോൾ തന്നെ അറിയില്ലേ, തിരുവനന്തപുരം. നെയ്യാർ ജലസേചന പദ്ധതി തിരുവനന്തപുരത്താണ്. കല്ലട ജലസേചന പദ്ധതി, കല്ലട കൊല്ലം ആണ്. ഇനി ചാലക്കുടി ജലസേചന പദ്ധതി, ചാലക്കുടി എവിടെയാണ്? തൃശ്ശൂർ അല്ലെ. ചാലക്കുടി ജലസേചന പദ്ധതി തൃശ്ശൂര്. പീച്ചി എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണ് അല്ലെ. പീച്ചി എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണ്. പീച്ചി വാഴാനി നമ്മൾ അങ്ങനെ പഠിക്കാറ് അല്ലെ. പീച്ചി വാഴാനി എവിടെയാണ്? തൃശ്ശൂര്. മലമ്പുഴ ജലസേചന പദ്ധതി പാലക്കാട്. വാളയാറ് എവിടെയാണ്? പാലക്കാട്. മംഗലം ജലസേചന പദ്ധതി പാലക്കാട്. മീൻകര, മംഗലമൊക്കെ ചോദിച്ചതാണ് കേട്ടോ. മീൻകര ജലസേചന പദ്ധതി പാലക്കാട്. പോത്തുണ്ടി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോത്തുണ്ടി ജലസേചന പദ്ധതി പാലക്കാട്. അപ്പൊ ഇത്രയും ജലസേചന പദ്ധതികൾ പഠിക്കാം. നെയ്യാറ് തിരുവനന്തപുരത്താണ്, കല്ലട കൊല്ലമാണ്, ചാലക്കുടി തൃശ്ശൂര്, പീച്ച് തൃശ്ശൂര്, വാഴാനി തൃശ്ശൂര്, മലമ്പുഴ പാലക്കാട്, വാളയാർ പാലക്കാട്, മംഗലം പാലക്കാട്, മീൻകര പാലക്കാട്, പോത്തുണ്ടി പാലക്കാട്. ഇനി പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോണം. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്താണ്? കുടിവെള്ള പദ്ധതി, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ കേട്ടോ. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പൊതുജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് വന്നിട്ട് കോഴിക്കോടാണ് കേട്ടോ. അതുപോലെ സ്വന്തമായിട്ട്, രണ്ടാമത്തെ പോയിന്റ് പഠിച്ചോ. സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ഒരു ജലനയം പ്രഖ്യാപിച്ചത്. സ്വന്തമായിട്ട് ഒരു ജലനയം പ്രഖ്യാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരുമണ്ണയാണ്. ഒളവണ്ണ, പെരുമണ്ണ രണ്ടും ഡിഫറൻസ് പഠിക്കണം കേട്ടോ. പെരുമണ്ണയാണ്. ഓക്കെ, പെരുമണ്ണ പഠിക്കണേ. കുടിവെള്ള പദ്ധതി, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ചത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട്. സ്വന്തമായിട്ട് ജലനയം പ്രഖ്യാപിച്ചത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്താണ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സുരംഗ കിണർ കാണപ്പെടുന്ന ജില്ല കാസർഗോഡ് അല്ലെ. കാസർഗോഡാണ്. ഓക്കെ, കാസർഗോഡാണ്. പിന്നെ ഏതാണ്? ജലനയങ്ങൾ, കുടിവെള്ള പദ്ധതി, സുരംഗ കിണറൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ഒരു പദ്ധതി ഉണ്ട്, ജലനിധി.
ഏതാണ് ജലനിധി. എന്താ ഈ പദ്ധതി ജലനിധി? ലോകബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് അല്ലെ, നമ്മുടെ വേൾഡ് ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ്. ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ഏത്? ജലനിധി പദ്ധതി. അതുപോലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്താണ്? ജപ്പാൻ ബാങ്കിന്റെ ധനസഹായത്തോടു കൂടി നടപ്പിലാക്കുന്നതാണ് ഏത്? ജപ്പാൻ കുടിവെള്ള പദ്ധതി. പിന്നെ വർഷ പദ്ധതി എന്തിനു വേണ്ടിയാണ്? കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് അല്ലെ, മഴവെള്ള കൊയ്ത്ത്. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതിയാണ് വർഷ. സ്വധാര. എന്താണ് സ്വധാര? ഗ്രാമീണ മേഖലയില് ജലവിതരണവുമായി ബന്ധപ്പെട്ട്, ഗ്രാമീണ മേഖലയിൽ കേട്ടോ, ഗ്രാമീണ മേഖലയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് സ്വധാര. ജലവാഹിനി പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇപ്പൊ നമ്മുടെ നിലവില് നമ്മുടെ സംസ്ഥാനത്ത് എന്ത് ചെയ്യണം? പരമ്പരാഗതമായിട്ട് തന്നെ ജലസ്രോതസ്സുകൾ ഉണ്ട് അല്ലെ. അവയൊക്കെ എന്ത് ചെയ്യണം? ഒന്നും കൂടി പുനരുജ്ജീവിപ്പിക്കുക, അവയെ സംരക്ഷിച്ചുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ജലാവശ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി എന്ന് പറയുന്നത്. നിലവിലുള്ള എന്താണ് ജലവാഹിനി? ശ്രദ്ധിച്ചോ, നമ്മുടെ നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ജലസ്രോതസ്സുകൾ ഉണ്ട്, അവയൊക്കെ എന്ത് ചെയ്യുക? ഒന്നും കൂടി മോടി പിടിപ്പിച്ച് അവയൊക്കെ പുനരുജ്ജീവിപ്പിക്കുക, അവയെ സംരക്ഷിച്ചുകൊണ്ട് പ്രാദേശിക ജലാവശ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി പദ്ധതി. അപ്പൊ കുടിവെള്ള പദ്ധതി, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ട് കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ്, കോഴിക്കോട്. സ്വന്തമായിട്ട് ജലനയം കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചത് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത്. സുരംഗ കിണറുകളുള്ളത് കാസർഗോഡാണ്. ലോകബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? കേരളത്തില് ഒരു ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി. ജപ്പാൻ ബാങ്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി. കേരള ഗവൺമെന്റിന്റെ മഴവെള്ള കൊയ്ത്ത് പരിപാടിയാണ് വർഷ പദ്ധതി. ഗ്രാമീണ മേഖലയിൽ ജലവിതരണവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്വധാര. പിന്നെ നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും പിന്നെ അതുപോലെ സംരക്ഷിച്ചുകൊണ്ടൊക്കെ പ്രാദേശിക ജലാവശ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി പദ്ധതി. അതേപോലെ നീരുറവ. എന്താണ് ഈ നീരുറവ? നമ്മുടെ ജലസ്രോതസ്സുകളിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് അല്ലെ, നദികളാണെങ്കിലും പുഴകളാണെങ്കിലും തോടുകളാണെങ്കിലും കായലുകളാണെങ്കിലും കിണറുകളാണെങ്കിലും ഒക്കെ ഉണ്ട് അല്ലെ. ആ ജലസ്രോതസ്സുകളിൽ ജലലഭ്യത എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം അല്ലെ. ഇപ്പൊ ഒരു തോടുണ്ട്, അവിടെ കുറെ കാലം വെള്ളം വരുന്നുണ്ടാവും, പിന്നെ വെള്ളം വരുന്നില്ല. പക്ഷെ അങ്ങനെ പോരാ, അവിടെ എന്നും എന്ത് ചെയ്യണം? വെള്ളങ്ങൾ ഉറപ്പുവരുത്തണം. ആ ലക്ഷ്യത്തോട് കൂടിയിട്ട് ജല അതോറിറ്റി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് നീരുറവ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു പദ്ധതിയാണ് ജലരക്ഷ ജീവരക്ഷ. എന്തിനാ ഈ ജലരക്ഷ ജീവരക്ഷ കൊണ്ടുവന്നത്? നമ്മുടെ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യണം? കാർഷിക ആവശ്യത്തിനും അതുപോലെ കുടിവെള്ളത്തിനും ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി കേട്ടോ. ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് കാർഷിക ആവശ്യങ്ങളും കുടിവെള്ളത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജലരക്ഷ ജീവരക്ഷ. നമ്മളങ്ങനെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം പഠിച്ചു. ഇനി നമുക്ക് നേരം താപവൈദ്യുതി പഠിക്കണം അല്ലെ. ഇനി ഇതിന് വേറൊരു ക്ലാസ് വേണ്ട, കുറച്ചേ ഉള്ളൂ. താപവൈദ്യുതി പറഞ്ഞിട്ട് ഇനി വേറെ ക്ലാസ് വേണ്ട. എന്തായാലും 3/4 മണിക്കൂറായി, എന്തായാലും ക്ഷമിക്കട്ടോ. ഹോട്ട് ഏരിയ കൊണ്ട് നമ്മൾ ടോപ്പിക്ക് തരുന്നതല്ലേ. ഓക്കെ, താപവൈദ്യുതി കേട്ടോ, കുറച്ചേ പഠിക്കാനുള്ളൂ കേട്ടോ. താപവൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറവാണല്ലോ, താപവൈദ്യുതി എന്ന് പറയുമ്പോൾ കുറവാണ്, അപ്പൊ അത്രേ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ. നമുക്കറിയാം കായംകുളം താപവൈദ്യുത നിലയം അല്ലെ. കായംകുളം പഠിച്ചോളണം. കായംകുളം താപവൈദ്യുത നിലയത്തെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിക്കണം. കായംകുളം NTPC താപവൈദ്യുത നിലയം അല്ലെ 1999 കേട്ടോ. 1999 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയമാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നാഫ്തയാണ്. എന്താണ്? നാഫ്തയാണ് കേട്ടോ, നാഫ്തയാണ്. പക്ഷെ കായംകുളം 1999 സ്റ്റാർട്ട് ചെയ്തു, കുറെ കാലമൊക്കെ എന്തായിരുന്നു? നാഫ്തയായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവില് ഈ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സൗരോർജ്ജമാണ് കേട്ടോ. നിലവിൽ ഇപ്പോ കറണ്ട് അഫെയറിൽ പഠിക്കാനുണ്ട്. നിലവിൽ കായംകുളത്തിൽ ഏതാണ്? സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് വൈദ്യുത ഉൽപാദനം നടക്കുന്നത് കേട്ടോ.
ഇത് എവിടെയാണ് ഈ കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ എവിടെയാണ്? ചൂളത്തെരുവിലാണ് കേട്ടോ. ആലപ്പുഴയില് ചൂളത്തെരുവ്. ആലപ്പുഴയില് ചൂളത്തെരുവിലാണ്. ആരാണ് രാജ്യത്തിന് സമർപ്പിച്ചത്? വാജ്പേയി ആണ് കേട്ടോ. വാജ്പേയി ആണ്. AB വാജ്പേയി ഗവൺമെന്റ് ആണ് എന്ത് രാജ്യത്തിന് സമർപ്പിച്ചത് കേട്ടോ. 1999 ജനുവരി മാസം 17-ാം തീയതി ട്ടോ രാജ്യത്തിന് സമർപ്പിച്ചു. ഇതിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി നമ്മൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പഠിച്ചപ്പോൾ 780 മെഗാവാട്ട് എന്ന് പറഞ്ഞില്ലേ? അതുപോലെ കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി എത്ര എന്ന് ചോദിച്ചാൽ 350 മെഗാവാട്ട് ആണ് കേട്ടോ. 350 മെഗാവാട്ട് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ NTPCയുടെ കീഴിലൊക്കെ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചതും എവിടെ തന്നെയാണ്? കായംകുളത്താണ് കേട്ടോ. ഈ കായംകുളം പ്രൊജക്റ്റില് കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്, ഈ കായംകുളം താപവൈദ്യുത നിലയത്തില് കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് എവിടത്തെ ജലമാണ് എന്ന് ചോദിച്ചാൽ അച്ചൻകോവിലാർ നദിയിലത്തെയാണ് കേട്ടോ. അച്ചൻകോവിലാർ നദിയിലെ ജലം ഉപയോഗിച്ചിട്ടാണ് കായംകുളം പ്രൊജക്റ്റിൽ എന്ത് ചെയ്യുന്നത്? കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കുക. ഇതാണ് കായംകുളം താപവൈദ്യുത നിലയത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കായംകുളം താപവൈദ്യുത നിലയം എന്തൊക്കെ പഠിച്ചു? നമ്മുടെ 1999 ജനുവരി 17-നാണ് ആര്? AB വാജ്പേയി രാജ്യത്തിന് സമർപ്പിച്ചത്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രൊജക്ട് എന്നറിയപ്പെടുന്നത് കായംകുളമാണ്. നാഫ്തയാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. നിലവിൽ സൗരോർജ്ജമാണ്. ആലപ്പുഴയിലെ ചൂളത്തെരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 350 മെഗാവാട്ടാണ് ഇതിന്റെ സ്ഥാപിത വൈദ്യുതോൽപാദന ശേഷി. കായംകുളം താപവൈദ്യുത നിലയത്തിലേക്ക് കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അച്ചൻകോവിലാർ നദിയിലത്തെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അത് പഠിച്ചല്ലോ. ഇനി KSEBയുടെ കീഴിലുള്ള 2 താപവൈദ്യുത നിലയങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ കായംകുളം പറയുമ്പോൾ NTPCയുടെ കീഴിലാണ്. NTPC. ഓക്കെ. ഇനി KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? KSEBയുടെ കീഴിലുള്ളത് ബ്രഹ്മപുരവും, ഇപ്പൊ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്നവർക്ക് അറിയാം ഇത് ഏതിന്റെ കീഴിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? ബ്രഹ്മപുരവും അതുപോലെ നല്ലളവും ട്ടോ. ബ്രഹ്മപുരവും നല്ലളവുമാണ് എന്ത് ചെയ്യുന്നത്? KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ഏത്? ബ്രഹ്മപുരം ട്ടോ. ആദ്യത്തേതാണ് ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം. പിന്നെ രണ്ടാമത്തേതാണ് നല്ലളം ട്ടോ. രണ്ടാമത്തേതാണ് നല്ലളം ഡീസൽ വൈദ്യുത നിലയം. ഓക്കെ. ബ്രഹ്മപുരം എവിടെയാണ്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം എറണാകുളത്താണ്. നല്ലളം ഡീസൽ പവർ പ്രൊജക്ട് എവിടെയാണ്? കോഴിക്കോടാണ്. നല്ലളം എവിടെയാണ്? കോഴിക്കോടാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ ഉൽപാദന ശേഷി നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യത്തേത് ബ്രഹ്മപുരമാണ്, രണ്ടാമത്തേത് നല്ലളമാണ് പറഞ്ഞു. പക്ഷെ ഉൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? നല്ലളമാണ് കേട്ടോ. ഉൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തില് ഇവിടെ ശ്രദ്ധിക്കണം, ഒരു പോയിന്റ് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉൽപാദന ശേഷിയുള്ളതില് ഏറ്റവും വലുത് ഏതാണ്? നല്ലളമാണ്. ശരിക്കും കണക്ക് പ്രകാരം അങ്ങനെയാണ്. പക്ഷേ 2021 നടന്നിട്ടുള്ള ഒരു എക്സാമില് PSC ആൻസർ കൊടുത്തത് ബ്രഹ്മപുരത്തിനാണ് കേട്ടോ. ബ്രഹ്മപുരത്തിനാണ്. അത് അവിടെ കാലോചിതമായിട്ട് അവസരോചിതമായിട്ട് എന്ത് ചെയ്യണം? ഇടപെടാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 2021 ഒരു നമ്മുടെ 10ാം ക്ലാസ് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചതിൽ ഉൽപാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ കീഴിലുള്ള ഏറ്റവും വലിയ താപവൈദ്യുത നിലയം ഏതെന്ന് ചോദിച്ചപ്പോ ഏതാണ്? ബ്രഹ്മപുരമാണ് ആൻസർ ആയിട്ട് കൊടുത്തത്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അത് നല്ലളമാണ് കേട്ടോ. നല്ലളമാണ്. അതൊന്ന് മനസ്സിലാക്കണം. പിന്നെന്താണ്? നല്ലളം ഡീസൽ പവർ പ്ലാന്റ് പഠിച്ചു, ബ്രഹ്മപുരം താപവൈദ്യുത നിലയം പഠിച്ചു. അത് നോക്കാം കേട്ടോ. അപ്പൊ ബ്രഹ്മപുരത്തിലും ഇതിലൊക്കെ എന്താണ്? അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? ഡീസൽ അല്ലേ? ഡീസലാണ്. ഏതാണ്? ഡീസലാണ് കേട്ടോ. ബ്രഹ്മപുരം നല്ലളമൊക്കെ എന്താണ്? ഡീസലാണ് ഉപയോഗിക്കുന്നത്. കായംകുളത്തിന് നമ്മൾ എന്ത് പറഞ്ഞത്? നാഫ്തയാണെന്ന് പറഞ്ഞു അല്ലെ? നാഫ്ത. അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങളെ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ടത് കേട്ടോ. ചീമേനി നമ്മൾ കായംകുളം പഠിച്ചു, എന്താണ് നല്ലളം ബ്രഹ്മപുരം ഒക്കെ പഠിച്ചു അല്ലെ? ചീമേനി താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ചീമേനി കാസർഗോഡ് അല്ലെ? ചീമേനി താപവൈദ്യുത നിലയം കാസർഗോഡ് ജില്ലയിലാണ്. ചീമേനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ചീമേനിയിൽ ഏതാണ്? പ്രകൃതിവാതകം. ഓക്കെ. ചീമേനി
താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് എന്ന് ചോദിച്ചാൽ പ്രകൃതി വാതകമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നല്ലളത്തിൽ ഏതാണ്? നല്ലളം നമ്മൾ പറഞ്ഞു. നല്ലളം എവിടെയാണ്? കോഴിക്കോട് അല്ലെ? കോഴിക്കോട് ഏതാണ്? ഡീസല്. ബ്രഹ്മപുരം ഏതാ പറഞ്ഞത്? ബ്രഹ്മപുരം എവിടെ? ബ്രഹ്മപുരം എവിടെ? എറണാകുളം. അവിടെയും ഏത് തന്നെയാണ് ഉപയോഗിക്കുന്ന ഇന്ധനം? ഡീസൽ തന്നെയാണ്. കായംകുളത്ത് ഏതാണ്? കായംകുളം. കായംകുളം എവിടെയാണ്? ആലപ്പുഴ അല്ലെ? ആലപ്പുഴ ഏതാണ്? നാഫ്ത അല്ലെ? നിലവില് സോളാർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താപവൈദ്യുത നിലയങ്ങളിൽ പഠിക്കാനുള്ളത്. നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ നോക്കി, താപവൈദ്യുത പദ്ധതികൾ നോക്കി. ഇനി പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലെ? പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ കാറ്റ്, തിരമാല, അതുപോലെ തന്നെ ജിയോ തെർമൽ, പിന്നെ സോളാർ അല്ലെ? സോളാർ. ഓക്കെ, ഇതൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് അല്ലെ? അതേപോലെ നമ്മുടെ കേരളത്തില് ആദ്യത്തെ കാറ്റാടി ഫാം എവിടെയാണ്? ആദ്യത്തെ കാറ്റാടി ഫാം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ എവിടെയാണ്? കഞ്ചിക്കോടാണ് കേട്ടോ. കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമും ഏത് തന്നെയാണ്? ആദ്യത്തേതുമാണ്, ഏറ്റവും വലിയതുമാണ് കേട്ടോ. KSEBയുടെ കീഴിലാണ് കേട്ടോ. KSEBയുടെ കീഴിലാണ് പാലക്കാടുള്ള കഞ്ചിക്കോട് കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ഒന്ന് പാലക്കാട് കഞ്ചിക്കോടുള്ളതാണ് ആദ്യത്തേതും ഏറ്റവും വലുതും KSEBയുടെ കീഴിലുള്ള കാറ്റാടി ഫാം എന്ന് പറയുന്നത്. ഇനി ഓക്കെ, ഇത് KSEBയുടെ കീഴിൽ പറഞ്ഞു. ഇനി നമുക്ക് സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാന്ന് നോക്കാം. സ്വകാര്യ മേഖലയിൽ കേട്ടോ. ഏതൊക്കെയാണ് സ്വകാര്യ മേഖലയിലുള്ള കാറ്റാടി ഫാമുകൾ? രാമക്കൽമേട്, ഇടുക്കിയിലത്തെ രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി, ഇതൊക്കെ ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാമുകളാണ് കേട്ടോ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാമുകളാണ് രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി. KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് പാലക്കാടിൽ കഞ്ചിക്കോടുള്ള കാറ്റാടി ഫാം. ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കി വെക്കണം കേട്ടോ. നമ്മുടെ ഈ അട്ടപ്പാടിയിലുണ്ടല്ലോ, ഈ കാറ്റാടി ഫാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായിട്ട് കേരള ഗവൺമെന്റ് 2014 ഒരു ഉടമ്പടി വെച്ചു. അത് പ്രകാരമാണ് എന്ത് ചെയ്തത്? അട്ടപ്പാടി കാറ്റാടി ഫാം ഒക്കെ നിലവിൽ വരുന്നത് കേട്ടോ. 2014 അട്ടപ്പാടിയില് കാറ്റാടി ഫാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായിട്ട് കേരള ഗവൺമെന്റ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എപ്പോൾ ചോദിച്ചാൽ 2014 കേട്ടോ. രാമക്കൽമേട് ഇതെപ്പോഴാണ്? രാമക്കൽമേട് 2008 കേട്ടോ. 2008 ഏപ്രിൽ മാസം 27 കാറ്റാടിപ്പാടം ആർക്ക് സമർപ്പിക്കപ്പെടുന്നത്? നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്നത്. രാമക്കൽമേട് വൈദ്യുത പദ്ധതി കേട്ടോ. ഇനി ഈ രാമക്കൽമേട് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഈ വെസ്റ്റാർഡ് ഫിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാം ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞു സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാമക്കൽമേട് എന്ന് പറയുന്നത് ഏതാണ്? വെസ്റ്റാർഡ് വിൻഡ് ടെക്നോളജി കേട്ടോ. വെസ്റ്റാർഡ് വിൻഡ് ടെക്നോളജി അവരുടെ ആ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് രാമക്കൽമേട് കേട്ടോ. ഈ അഗളി പറയുന്നത് സുസ്ലോൺ എനർജി സുസ്ലോൺ എനർജി ലിമിറ്റഡിന്റെ അധികാര പരിധിയിൽ വരുന്നത്. അപ്പൊ സ്വകാര്യ മേഖലയിൽ 3 ആൾക്കാര്, രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി, ഇത് 3 കാറ്റാടി ഫാമുകളാണ്. രാമക്കൽമേട് കാറ്റാടി ഫാം സമർപ്പിക്കപ്പെട്ടത് 2008 വെസ്റ്റാർഡ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണ് രാമക്കൽമേട്. അഗളി വന്നിട്ട് സുസ്ലോൺ എനർജി ലിമിറ്റഡിന്റെ അധികാര പരിധിയിലാണ്. അട്ടപ്പാടിയിൽ ഒരു കാറ്റാടി ഫാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലെ ജലവൈദ്യുത കോർപ്പറേഷനുമായിട്ട് കേരള ഗവൺമെന്റ് ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് 2014. അത്രയും കാര്യങ്ങൾ അവിടെ നോക്കാം. ഇനി നമ്മുടെ കേരളത്തില് തിരമാലയിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. കഴിഞ്ഞ ഒരു എക്സാമിൽ ചോദിച്ചില്ലേ, കേരളത്തിൽ നിന്ന് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? വിഴിഞ്ഞമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം വിഴിഞ്ഞമാണ്. എപ്പോഴാണിത് സ്റ്റാർട്ട് ചെയ്തത്? 91 കേട്ടോ. തിരുവനന്തപുരത്താണ്. 1991 തിരുവനന്തപുരം. അപ്പൊ നമ്മൾ കാറ്റാടി ഫാമുകളൊക്കെ പഠിച്ചു അല്ലെ? കഞ്ചിക്കോട് കാറ്റാടി ഫാം എവിടെ പഠിച്ചത്? കഞ്ചിക്കോട് പാലക്കാട് അല്ലെ? കഞ്ചിക്കോട് പാലക്കാട് പഠിച്ചു. അട്ടപ്പാടി എവിടെയാണ്? അട്ടപ്പാടി പാലക്കാട് തന്നെയാണ് അല്ലേ? അഗളിയോ
അഗളി എവിടെയാണ്? പാലക്കാട് തന്നെയാണ്. രാമക്കൽമേട് എവിടെയാണ്? രാമക്കൽമേട് എവിടെയാണ് പഠിച്ചത്? ഇടുക്കി അല്ലേ? രാമക്കൽമേട് ഇടുക്കിയിലാണ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അനേർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ? അനേർട്ട് നമ്മൾ ഫുൾ ഫോം ഒക്കെ പഠിച്ചു അല്ലെ? അനേർട്ട് സ്ഥാപിതമായത് എപ്പോഴാണ്? 1986 പറഞ്ഞു. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഒരു സ്വയംഭരണ അവകാശമുള്ള ഒരു സൊസൈറ്റി ആണ് കേട്ടോ അത്. കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ അവകാശമുള്ള ഒരു സൊസൈറ്റിയാണ് ഏത്? അനേർട്ട് എന്ന് പറയുന്നത്. ഏജൻസി ഫോർ, അതായത് നമ്മൾ നേരത്തെ അനേർട്ടിന്റെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് ഇപ്പൊ കറണ്ട് അഫെയറിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് നോട്ട് ചെയ്ത് വെക്കണം. അനേർട്ടിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണ രൂപം ഏജൻസി ഫോർ. അനേർട്ടിന്റെ ഫുൾ ഫോം പഠിച്ചോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ വെക്കാം. പിന്നെ ഈ അനേർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? എന്തിനാണ് ഈ അനേർട്ട് സ്ഥാപിച്ചത്? ഒരു സ്വയംഭരണ, കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ അവകാശമുള്ള ഒരു സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനേർട്ട് എന്ന് പറഞ്ഞു. ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു. എന്താണ് ഈ അനേർട്ടിന്റെ ലക്ഷ്യം? എന്താണ്? ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് എന്ത് ചെയ്യണം? അനുമതി നൽകുന്ന കേരളത്തിലെ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അനേർട്ട്. പഠിച്ചോ? ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി നൽകുന്ന കേരളത്തിലെ ഏജൻസി ഏത് ചോദിച്ചാൽ അനേർട്ട്. കാരണം ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതി പറയുമ്പോൾ അവിടെ എത്ര കിലോവാട്ട് വരുന്ന? 1 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുള്ളൂ കേട്ടോ. 1 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെയുള്ള അവർക്ക് അനുമതി കൊടുക്കുന്നതാണ് ഏത്? അനേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അനേർട്ടിന്റെ കീഴിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല കേട്ടോ. 2ാം സ്ഥാനം പാലക്കാടാണ്. അനേർട്ടിന്റെ കീഴില് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതില് ഫസ്റ്റ് ഇടുക്കിയാണ്. അനേർട്ടിന്റെ കീഴില് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് ഇടുക്കിയാണ്. സെക്കൻഡ് ആണ് ഏത്? നമ്മുടെ പാലക്കാട് ജില്ല കേട്ടോ, അനേർട്ടിന്റെ കീഴില്. അതേപോലെ ഈ അനേർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സൗരവീതി. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അക്ഷയ ഊർജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സൗരവീതി. അനേർട്ട് ആരംഭിച്ചതാണ് കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഒരു സൗരോർജ ഉപകരണ ടെസ്റ്റിംഗ് ലാബ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് സ്റ്റാർട്ട് കേട്ടോ. സ്റ്റാർട്ട് കൊച്ചിയിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു സൗരോർജ ഉപകരണ ടെസ്റ്റിംഗ് ലാബ്. എങ്ങനത്തെ ലാബ്? സൗരോർജ ടെസ്റ്റിംഗ് ലാബ് ആരംഭിച്ചത് കൊച്ചിയിലാണ്. ആ ലാബിന്റെ പേരാണ് സ്റ്റാർട്ട് കേട്ടോ. സ്റ്റാർട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കേരളത്തില് ഒരു എനർജി എഡ്യൂക്കേഷൻ പാർക്ക് ഉണ്ട്. എവിടെയാണ് ഈ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. എനർജി എഡ്യൂക്കേഷൻ പാർക്ക് എറണാകുളത്ത് തന്നെയാണ്. ഇനി KSEBയുടെ ആദ്യത്തെ സോളാർ പ്ലാന്റ് നമ്മൾ പറഞ്ഞു അല്ലെ? KSEBയുടെ കീഴിലുള്ള സോളാർ പ്ലാന്റ് ഏതാണ്? കഞ്ചിക്കോടാണ് അല്ലെ? കഞ്ചിക്കോടാണെന്ന് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കാം. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് ഏതാണ്? ബാണാസുര സാഗർ ഡാം അല്ലെ? വയനാടാണ്. ബാണാസുര സാഗർ ഡാം ആണ് ഒഴുകുന്നത്. ബാണാസുര സാഗർ ഡാം ആണ് വയനാട്. ആരുടെ കീഴിലാണ്? KSEBയുടെ കീഴിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത്. ബാണാസുര സാഗർ ഡാം വയനാട്. നിർമ്മിച്ചതാരാണ്? KSEB ആണ്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? സൗരോർജം വിമാനത്താവളം സിയാല് അല്ലെ? കൊച്ചി. ഓക്കെ, സിയാല്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണമായിട്ടുള്ള സൗരോർജ പഞ്ചായത്ത് ഏതാണ്? സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത്. അതായത് ആ പഞ്ചായത്ത് മുഴുവൻ സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്.
ഏത് പഞ്ചായത്താണ് സമ്പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ ഇതാക്കുന്നത്? പെരുമാട്ടിയാണ്. പെരുമാട്ടി പഞ്ചായത്താണ് സമ്പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത്. സമ്പൂർണ്ണമായിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല കൊല്ലം. ഓക്കെ, മുഖത്തല കൊല്ലം. ഇനി പെട്രോൾ പമ്പ് ഉണ്ട്, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതെവിടെയാണ്? സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് ഉള്ളത് എവിടെയാണ്? അങ്കമാലിയിലാണ് കേട്ടോ. അങ്കമാലി, എറണാകുളം. അങ്കമാലി, എറണാകുളം. ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോളാർ ക്രൂയിസസ് വെസൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ഇതൊക്കെ കറണ്ട് അഫയറിൽ പഠിക്കേണ്ടതാണ് കേട്ടോ. ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസസ് വെസൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ പാർക്ക് അമ്പലത്തറ കേട്ടോ. അമ്പലത്തറ എവിടെയാ? കാസർഗോഡ്. അപ്പോ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. വയനാടാണ്. KSEB ആണ് തുടക്കമിട്ടത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചിയിലെ സിയാല്. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പെരുമാട്ടി പഞ്ചായത്ത്. സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല കൊല്ലം. സൗരോർജ്ജത്തിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോൾ പമ്പ് അങ്കമാലി, എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസസ് വെസൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ സോളാർ പാർക്ക് ഏതാണ്? അമ്പലത്തറ, കാസർഗോഡാണ്. കാസർഗോഡ്. അതുപോലെ നമുക്ക് ഇനി കണ്ടഫയർ തന്നെ, ഇതും കണ്ടഫയർ തന്നെ പഠിക്കേണ്ടതാണ്. സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ട്. ഏതാണ്? സോളാറും അതുപോലെ കാറ്റാടി. ഓക്കെ, സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നുണ്ട്. സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? താഴെ തുടുക്കി എവിടെയാണ്? ഒരു ആദിവാസി ഊരാണ്, സൈലന്റ് വാലി കേട്ടോ. താഴെ തുടുക്കി എന്ന് പറയുന്നത് ഒരു ആദിവാസി ഊരാണ്, അതായത് സൈലന്റ് വാലിയുടെ പ്രദേശത്ത്. ഓക്കെ, സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് നിലവിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആയിട്ട് ചെയർമാനായിട്ട് ആരാണ്? വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ആരാണ്? TK ജോസ് ആണ്. TK ജോസ് കേട്ടോ. TK ജോസ്, അത് പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വിൻഡ്മാൻ അന്തരിച്ചു ഈ അടുത്ത്. ഇന്ത്യയുടെ വിൻഡ്മാൻ ആരാണ്? ഇന്ത്യയുടെ വിൻഡ്മാൻ എന്നറിയപ്പെടുന്നത് തുളസി താന്തി കേട്ടോ. ഇന്ത്യയുടെ വിൻഡ്മാൻ അന്തരിച്ചു, തുളസി താന്തി കേട്ടോ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഹരിതോർജ്ജ വിപ്ലവത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് തുളസി താന്തി. ആരാണ്? കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഹരിതോർജ്ജ വിപ്ലവത്തിന് തുടക്കം കുറിച്ചതാണ് തുളസി താന്തി. ഇന്ത്യയുടെ വിൻഡ് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? തുളസി താന്തിയാണ്. ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് കേട്ടോ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും വൈദ്യുതപരമായിട്ട് എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമാണ് അല്ലെ എങ്കിൽ നമുക്ക് ഓഫീസിൽ പോണ്ട. നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള KSEB ആരംഭിച്ച KSEBയുടെ ടോൾ ഫ്രീ നമ്പർ 1912. KSEBയുടെ 1912. KSEBയുടെ എത്രയാണ്? 1912. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ ഒരു റെസ്കോ മോഡൽ സൗരോർജ്ജ പദ്ധതി ആരംഭിക്കുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാണ്? സൗരോർജ്ജ വൈദ്യുത നിലയങ്ങൾ. ഈ പദ്ധതി പ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ എന്താണ്? സൗരോർജ്ജ വൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ് കേട്ടോ. അനർട്ടും അതുപോലെ റെപ്കോയും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഈ എന്താണ് റെസ്കോ കേട്ടോ. റെസ്കോ RESCO റെസ്കോ കേട്ടോ. റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനി, അതായത് സൗരോർജ്ജ പദ്ധതിയാണ് ഈ റെസ്കോ പദ്ധതി. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു സൗരോർജ്ജ വൈദ്യുത നിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. അനർട്ടും അതുപോലെ തന്നെ റെപ്കോയും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. റെപ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? റെപ്കോ കണ്ണൂരാണ് അല്ലെ. റെപ്കോയുടെ ആസ്ഥാനം
കണ്ണൂരാണ് കേട്ടോ. ഇനി അതുപോലെ നമ്മുടെ കേരളത്തില് ജലസേചന കനാലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പദ്ധതി പാലക്കാട് ജില്ലയാണ് കേട്ടോ. ആരംഭിച്ചിരിക്കുന്നത് ജലസേന പദ്ധതിക്ക് വേണ്ടിയിട്ട് കനാലുകളുണ്ടല്ലോ, കനാലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. അതുപോലെ നമ്മുടെ തെരുവ് വിളക്കുകൾ ഉണ്ടല്ലോ, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആ തെരുവ് വിളക്കുകള് LED ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിന്റെ പദ്ധതി, LED ആക്കുന്ന പദ്ധതിയാണ് നിലാവ്. നിലാവ് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മാലിന്യത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, വൈദ്യുതി നിർമ്മിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഏത് സർവകലാശാലയാണ്? കാലിക്കറ്റ് സർവകലാശാലയാണ് കേട്ടോ, കാലിക്കറ്റാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചടാ? സോളാർ, കാറ്റാടിയിലെ പഠിച്ചു. നമ്മുടെ ഇന്ത്യയുടെ വിൻഡുമാൻ എന്നറിയപ്പെടുന്ന തുളസി താന്തിയ അന്തരിച്ചു, അതൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് താഴെ തുടുക്കിയിലാണ്. അതൊരു ആദിവാസി ഊരിന്റെ പേരാണ്, താഴെ തുടുക്കി, സൈലന്റ് വാലിയിലാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇപ്പോൾ TK ജോസ് ആണ്, അത് പഠിച്ചു. നമ്മുടെ ഇന്ത്യയുടെ വിൻഡുമാൻ എന്നറിയപ്പെടുന്ന തുളസി താന്തി അന്തരിച്ചു. ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കാൻ പോവുകയാണ്, അത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് തുടക്കം കുറിക്കുന്നത്. KSEBയുടെ ടോൾ ഫ്രീ നമ്പർ 1912 ആണ്. തെരുവിളക്കുകൾ LED ആക്കാനുള്ള പദ്ധതിയാണ് നിലാവ്. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഇത് കൊണ്ടുവരുന്നത് കാലിക്കറ്റ് സർവകലാശാലയാണ്. പിന്നെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് റെസ്കോ. ആരൊക്കെയാണ്? റെപ്കോയും അനേർട്ടും കൂടിയിട്ടാണ് ഇത് പദ്ധതി നടപ്പിലാക്കുന്നത്. റെപ്കോയുടെ ആസ്ഥാനം കണ്ണൂരാണ്, അത് പഠിച്ചു. കനാലുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയാണ്. തെരുവ് വിളക്കുകളൊക്കെ LED ആക്കാനൊക്കെ പദ്ധതി പറഞ്ഞു നമ്മള്, നിലാവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാലിന്യത്തിൽ നിന്നും വൈദ്യുതി. ഓക്കെ, അപ്പോ കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജലസേചനം, താപവൈദ്യുതി, സൗരോർജ്ജ പദ്ധതി, കാറ്റാടി ഫാമുകള്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈദ്യുത പദ്ധതികൾ, ഈ എല്ലാ മേഖലയിലും വരുന്നുള്ള കറണ്ട് അഫെയർ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്നും അതിന്റെ അപ്പുറമൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് നല്ല റാങ്ക് വാങ്ങിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, ഇനി ഇതും പോരാണ്ട് ഇനിയും തേടും. എന്താണ്? ഇനി വൈദ്യുത പദ്ധതികൾ എവിടെയെങ്കിലും ഉണ്ടോ? അതും ഇല്ല, ഇതും ഇല്ല. ഇത് അങ്ങോട്ട് പഠിച്ച് ഉറപ്പിക്കാൻ. ഓക്കെ, ഇത് അങ്ങോട്ട് പഠിച്ച് ഉറപ്പിക്കുക. നമ്മളിപ്പോ 11ാമത്തെ ഹോട്ട് ഏരിയയാണ് തന്നിരിക്കുന്നത്. വരും. എനിക്ക് കുറച്ച് നല്ല ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു, എനിക്കൊന്നും പഠിക്കാനും ഒന്നിനും പറ്റിയില്ല. എന്താ പറയുക, ഒന്നും ക്ലാസ്സുകൾ റെഫർ ചെയ്യാനോ നിങ്ങൾക്ക് തരാനും ഒന്നിനും കഴിഞ്ഞില്ല. ഭയങ്കര 2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു, എത്ര തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കി ആയിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഊർജ്ജസ്വലതയോടുകൂടി വീണ്ടും വരും. സപ്പോർട്ട് ചെയ്യണു. നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതിയടാ, നിങ്ങൾ ഇതിൽ കൂടുതലൊന്നും തേടി പോകണ്ട കേട്ടോ. A to Z ഇതിൽ തന്നിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതി, താപവൈദ്യുത പദ്ധതി, കാറ്റാടി ഫാമുകള്, സൗരോർജ്ജ പദ്ധതികള്, അതിന്റെ എല്ലാ കറണ്ട് അഫെയറും. ഓക്കെ ആണല്ലോ? നല്ല കൂട്ടുകാർ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോണ കൂട്ടുകാർക്ക് മനസ്സിലാവും, ഇതാണ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് ക്ലാസ് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കറണ്ട് അഫെയറും തന്നിട്ടുണ്ട്. പഠിച്ചു മാറ്റുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ഭയങ്കര കുറവാണ്, അതുകൊണ്ടാ പറയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക. 1 രൂപ പൈസ നിങ്ങൾ എനിക്ക് തരണ്ടല്ലോ. നിങ്ങൾ പൈസ കൊടുത്തിട്ട് അത്രയും പ്ലാറ്റ്ഫോമിൽ അതേ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്കും തരുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. താഴെ കമന്റ് കൂടി ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.